RJD നേതാവ് ലാലു പ്രസാദ് യാദവിനെതിരെ രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ട് കേന്ദ്രമന്ത്രി അമിത് ഷാ. ബീഹാറിന് വേണ്ടി ലാലു പ്രസാദ് യാദവ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കുറേയധികം പഞ്ചസാര മില്ലുകൾ അടച്ചുപൂട്ടി. മാത്രമല്ല നിരവധി കൊലപാതകങ്ങൾക്കും തട്ടിക്കൊണ്ടുപോകൽ, കാലിത്തീറ്റ, കുംഭകോണം മുതലായവയ്ക്കാണ് ബീഹാർ സാക്ഷ്യം വഹിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ബീഹാർ ജനത അത്തരമൊരു ഭരണം ആഗ്രഹിക്കുന്നില്ല. ലാലു റാംബ്രി ഭരണത്തിന് കീഴിൽ ബീഹാർ ഒരു ജംഗൽ രാജ് കണ്ടുവെന്നും അമിത് ഷാ ആരോപിച്ചു. ഈ വർഷം അവസാനം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇനി BJP അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബീഹാറിൽ ജംഗൽ രാജ് പ്രോത്സാഹിപ്പിച്ചതിന് ലാലു റാബ്രി ഭരണം ഓർമ്മിക്കപ്പെടും. ബീഹാറിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിനും ശക്തിപ്പെടുത്തുന്നതിനും ലാലു ഒന്നും ചെയ്തില്ല. RJD സർക്കാരിന്റെ കാലത്ത് നിരവധി പഞ്ചസാര മില്ലുകൾ അടച്ചുപൂട്ടി. RJD ഭരണകാലത്ത് ബീഹാർ കൊലപാതകങ്ങൾ, തട്ടിക്കൊണ്ടുപോകൽ, കാലിത്തീറ്റ, കുംഭകോണം മുതലായവയ്ക്ക് സാക്ഷ്യം വഹിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ബീഹാറിൽ കാട്ടുരാജഭരണം, ഗുണ്ട സംഘം, തട്ടിക്കൊണ്ടുപോകൽ, വ്യവസായം എന്നിവയുടെ തിരിച്ചുവരവ് ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ തന്നെ NDA വീണ്ടും സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കും. ഈ വർഷം അവസാനം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതേസമയം കേന്ദ്രത്തിലെ UPA ഭരണകാലത്ത് ബീഹാറിന് 2.80 ലക്ഷം കോടി രൂപ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നും BJP നേതൃത്വത്തിലുള്ള NDA സംസ്ഥാനത്തിന് 9.23 ലക്ഷം കോടി രൂപ നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ തന്നെ ബീഹാറിൽ 800 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ ഷാ അനാച്ഛാദനം ചെയ്യുകയും അവയ്ക്ക് തറക്കില്ലിടുകയും ചെയ്തിട്ടുണ്ട്. സഹകരണ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ഷാ സഹകരണ വകുപ്പിൽ നിന്ന് 111 കോടി രൂപയും നഗരവികസന ഭവന വകുപ്പിൽ നിന്ന് 421 കോടി രൂപയും ഉൾപ്പെടുന്ന പദ്ധതികളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത്. 181 കോടി രൂപ ചിലവ് വരുന്ന 133 പോലീസ് കെട്ടിടങ്ങൾക്കും 109 കോടി രൂപ വരുന്ന 3 ഗതാഗത ദേശീയപാത പദ്ധതികൾക്കും അദ്ദേഹം തറക്കല്ലിട്ടിട്ടുണ്ട്. അതേസമയം 1970കളിൽ ബീഹാർ ഒരു പുരാതന സംസ്ഥാനമായിരുന്നു. ലാലു രാജിന്റെ കീഴിൽ അത് അതായത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ബീഹാറായി മാറി. അക്കാലത്ത് പാട്നയിൽ വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. 1990കളിൽ ശ്രീ ലാലു പ്രസാദിന്റെ മുഖ്യമന്ത്രി പദത്തിന് കീഴിലുള്ള രാഷ്ട്രീയ ജനതാദൾ അതായത് RJD ഭരണത്തെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. ഡോക്ടർമാരെ സംസ്ഥാനത്ത് നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കിയതെന്നും വിവാഹം പാർട്ടികൾക്കായി ഷോറൂമുകളിൽ നിന്ന് പുതിയ വാഹനങ്ങൾ ബലമായി പുറത്തെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. RJD നേതാവ് തേജസ്വി യാദവിനെതിരെ വിമർശനവുമായി അദ്ദേഹം രംഗത്ത് വന്നത്. ബീഹാറിൽ ജംഗൽ രാജ് ഇല്ല എന്ന് ചിലർ അവകാശപ്പെട്ടത് ആ സമയത്ത് അവർ ജനിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. അടുത്തിടെ സമാപിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വിജയം ഉറപ്പാക്കിയതിന് ഡൽഹി BJPയെയും അതിന്റെ പൂർവഞ്ചാൽ മോർച്ച പ്രവർത്തകരെയും അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിലും പ്രചരണത്തിൽ പങ്കുചേരാൻ അദ്ദേഹം എത്തുമെന്നും അവരോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.